അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്ത് കണ്ടിട്ടാണ് ഈ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പോയിട്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് എന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു വാർത്തയാണ്. ഒരു സഹോദരി, ഒരു മുസ്ലിം നാമധാരിയായ ഒരു സഹോദരി, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു സഹോദരി, തൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടു. മരണപ്പെട്ടതിൻ്റെ 5-ാം ദിവസം ഈ സഹോദരി തൻ്റെ കാമുകനോടൊപ്പം താൻ പ്രണയിച്ചിരുന്ന ഒരു അമുസ്ലിം സുഹൃത്തിനോടൊപ്പം ഇറങ്ങിപ്പോയി, അമ്പലത്തിൽ പോയി മതം മാറി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയും അതിൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെക്കുറിച്ചും പ്രണയം എന്നാണ് പറയുന്നത്. ഇവർക്കും ആശംസകളുമായി ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്നത് കാണാനും കഴിയുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് പ്രണയം എന്ന് പറയുക? തൻ്റെ ഭർത്താവ് മരണപ്പെടാൻ കാത്തു നിന്നതുപോലെ തനിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഭർത്താവ് മരണപ്പെടുന്നത് മറ്റൊരു സംസ്ഥാനത്ത് വെച്ചാണ്. മറ്റൊരു സംസ്ഥാനത്ത് ഒരു ആക്സിഡൻറ്റിൽ ഭർത്താവ് മരണപ്പെടുന്നു. ഭർത്താവ് മരണപ്പെട്ട് 4-മത്തെയോ 5-മത്തെയോ ദിവസം ഈ ഒരു സഹോദരി താൻ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ആ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോടൊപ്പം ഇറങ്ങിപ്പോയി, അമ്പലത്തിൽ പോയി മതമൊക്കെ മാറി വിവാഹം കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ ഇതിനും പ്രണയം എന്നാണോ പറയുക? അപ്പം നേരത്തെ ഈ സഹോദരി ഇവനെ പ്രണയിക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ ഇവൾ വഞ്ചിക്കുകയായിരുന്നില്ലേ, ചതിക്കുകയായിരുന്നില്ലേ? എങ്ങനെയാണ് ഇവളെ വിശ്വസിക്കാൻ കഴിയുക? തനിക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ പ്രണയിച്ച ഈ സുഹൃത്തിനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഈ മറ്റൊരു മതസ്ഥനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇവരുടെ ജീവിതം അധികമൊന്നും നീണ്ടു പോവില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ 1-2 മാസത്തിനിടെ നമ്മുടെ നാട്ടിലുണ്ടായ ചില ആത്മഹത്യകൾ, ചില സഹോദരിമാരുടെ ആത്മഹത്യകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ചില കൊലപാതകങ്ങളും ഭാര്യ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഈ ഒരു 2 മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, തെക്കൻ കേരളത്തിലും മറ്റുമായി ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ ഒളിച്ചോടി പോയതിന് ശേഷം ഉണ്ടായ സംഭവമാണ്, അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ പ്രണയം ദിവ്യമാണ്, പവിത്രമാണ് എന്നൊക്കെ പറയുന്നവർ, ഇതിൽ എന്താണ് ദിവ്യമുള്ളത്, എന്താണ് പവിത്രമുള്ളത്? നിങ്ങളൊരു ഇണയെ കണ്ടെത്തുന്നു, വിവാഹം കഴിക്കുന്നു, എന്നിട്ട് പ്രണയിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കൂ. അതിന് പകരം തനിക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളെ, തന്നെ ഇത്ര കാലം നോക്കി വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നം, അവരുടെ സ്നേഹം കാണാതെ ഇന്നലകളിൽ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റോ പരിചയപ്പെട്ട ഒരാളെ കണ്ട് അവനോട് തോന്നുന്ന സ്നേഹം, അവളോട് തോന്നുന്ന സ്നേഹം, അത് ദിവ്യമാണ്, പവിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അതേക്കുറിച്ച് വലിയ സംഭവമായിട്ട് വിവരിക്കുന്ന, അല്ലെങ്കിൽ അതേക്കുറിച്ച് വലിയ സംഭവമായി പറയുന്ന ആളുകൾ എന്താണ്, ഇതിലെന്ത് മഹത്താണ് കാണുന്നത്? ഇനിയിപ്പോൾ ഈ സഹോദരിയുടെയും അവസ്ഥ തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഒന്നുകിൽ ആത്മഹത്യ ചെയ്തു എന്നോ, അതല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്നോ, അതല്ലെങ്കിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വളരെ മോശം അവസ്ഥയിൽ കണ്ടെത്തിയെന്നോ, അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മുസ്ലിം സഹോദരിമാർ, മുസ്ലിം നാമധാരികളായ മുസ്ലിം സഹോദരിമാർ എന്നിവരെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. മുസ്ലിം നാമധാരികളായ ഇത്തരം ആളുകൾ, വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ. അപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം നാമധാരികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മുസ്ലിം നാമധാരികളായ സഹോദരിമാർ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കുടുംബം വേണ്ട, മതം വേണ്ട, മക്കൾ വേണ്ട, ഭർത്താവ് വേണ്ട എന്നൊക്കെ വെച്ചിട്ട് പല ആളുകളോടൊപ്പം ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ പറയാൻ വേണ്ടി കഴിയും, ഒരൊറ്റ സംഭവം. അതേസമയം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ജീവിതം നഷ്ടപ്പെട്ട എത്രയോ ആളുകളെ പറയാൻ വേണ്ടി കഴിയും. ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അതല്ലെങ്കിൽ കാമുകൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട എത്രയോ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതൊന്നും ഒരു ശാശ്വതമല്ല, ഇതൊന്നും പ്രണയമല്ല, ഇതൊന്നും സ്നേഹമല്ല. ഇത് ഇതിൻ്റെ പേര് വേറെന്തൊക്കെയോ ചിലതാണ്. ഇവർക്കെന്തോ ഈ മൂത്രമൊഴിച്ചാൽ കഴിയാത്ത, അതല്ലെങ്കിൽ മുറിക്കാത്ത ചില അതിനോടുള്ള എന്തൊക്കെയോ ചില താല്പര്യമെന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാലോ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഈ കൊണ്ടുപോകുന്ന ആളുകൾ അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഇവരെ പിച്ചി ചീന്തുന്ന, ഇവരെ വലിച്ചെറിയുന്ന, ഇവരെ ദ്രോഹിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ.
അപ്പോൾ പലരും പറയും തിരിച്ച് ഇങ്ങോട്ടില്ലേ എന്ന്. ഇങ്ങോട്ടും വരണ്ട, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇങ്ങോട്ടും മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയും ഒരു മുസ്ലിമിൻ്റെ കൂടെയും ഇറങ്ങി വരേണ്ടതില്ല. പിന്നെ പലരും പറയും മറ്റേ ഒരു ഹാദിയ വന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ആ കുട്ടി ഇപ്പോഴും ജീവനോടുകൂടെ തന്നെ ഇവിടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ, ഒരു മുസ്ലിമിനോടൊപ്പം ജീവിക്കുന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നോ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ എന്നെ ആരുമില്ല, ഞാൻ അനാഥയായി എന്ന് പറയുന്നൊരു അവസ്ഥയൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതേസമയം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു സഹോദരി ലൈവിൽ വന്ന് പറയുന്നത്, ഞാൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സഹോദരി, ഞാനിങ്ങനെ ഒരു ബസ് കണ്ടക്ടറോടെ ഒളിച്ചോടി വന്നതാണ്, മതം ഉപേക്ഷിച്ച് വന്നതാണ്, ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ച് എന്നെ കുറേ മർദ്ദിച്ചു, ഞാനും കുട്ടികളും അനാഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ലൈവിൽ വന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ റമദാനിൽ ഇങ്ങനെ ഒരു മുസ്ലിമിനോടൊപ്പം പ്രണയിച്ച് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടി കഴിഞ്ഞ റമദാനിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും ഞാൻ തന്നെ പറഞ്ഞിരുന്നു. എന്നെ ഉപദ്രവിക്കുകയാണ്, വീട്ടിലേക്ക് പലപ്പോഴും പല ആളുകളുമായിട്ടാണ് കടന്നു വരുന്നത്, പ്രണയം വലുതാണ് എന്ന് പറഞ്ഞ് മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഇവിടെ തന്നെ അടുത്തുണ്ടായ 1-2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയിച്ച് ഒരു റമദാൻ ഇറങ്ങിപ്പോയി, അടുത്ത റമദാൻ എത്തുന്നതിന് മുമ്പ് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച്, അങ്ങനെ എത്ര സംഭവങ്ങൾ. നമ്മളൊക്കെ ഒരു വർഷം മുമ്പ് ഒരു സഹോദരി വിവാഹ നിശ്ചയത്തിന് ശേഷം മറ്റൊരാളോടൊപ്പം പോയി, ഭർത്താവ് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോടൊപ്പം ഇറങ്ങിപ്പോവുകയും ആ പോയ സമയത്ത് ഈ ചെറുപ്പക്കാരൻ, ആരുമായിട്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത്, ആ ഒരു ചെറുപ്പക്കാരൻ കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവെച്ച, ഇപ്പോൾ പോയത് നന്നായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് മുറിച്ച് അതിൽ സന്തോഷിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെയും അത്ര ഒരു സംഭവമൊക്കെ നമ്മൾ കേട്ടിരുന്നു. ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ നാളെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കാൻ ആളില്ല, ഒരു കുട്ടിയായി, താൻ ആരോടൊപ്പമാണോ ഇറങ്ങിപ്പോയത് അവൻ ഉപേക്ഷിച്ചു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. എന്നിട്ടും പഠിക്കുന്നില്ല എങ്കിൽ, എന്നിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ പോവട്ടെ, പോയി അനുഭവിക്കട്ടെ എന്നല്ലാതെ മറ്റെന്താണ് ഇവരെക്കുറിച്ചൊക്കെ പറയാം. ഏതായാലും മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും, ഇതൊന്നും ഒരു സ്നേഹമല്ല, ഇതൊന്നും പ്രണയമല്ല, ഇതൊക്കെ വേറെന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ മാത്രമാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പോകുന്ന, നിങ്ങൾ ആരോടുകൂടെയാണോ പോകുന്നത് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കറിവേപ്പില ചവച്ച് വലിച്ചെറിയുന്നത് പോലെ, തുപ്പിക്കളയുന്നത് പോലെ നിങ്ങളെ തുപ്പിക്കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിമിനെയും പ്രണയിച്ച് ഇങ്ങോട്ടും വരണ്ട, നിങ്ങളാരും പ്രണയിച്ച് അങ്ങോട്ടും പോവണ്ട. കാരണം അത് പിന്നീട് ഒരിക്കൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കാരണമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കും. സമാധാനത്തോടുകൂടി ഒരിക്കലും ജീവിക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചു തരുന്ന ഇണയെ, ആ ഇണയെ നിങ്ങൾക്ക് കൂടി തൃപ്തിയാവുന്ന പക്ഷം നിങ്ങൾ സ്വീകരിക്കുക. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി നിങ്ങൾ ഒരാളെയും സ്വീകരിക്കേണ്ടതില്ല. മറിച്ച് അയാൾ നിങ്ങൾക്കും കൂടി തൃപ്തനാണെങ്കിൽ മാത്രം, അയാളെ നിങ്ങൾക്ക് കൂടി പറ്റുന്നുവെങ്കിൽ മാത്രം സ്വീകരിക്കുക, വിവാഹം കഴിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. അങ്ങനെയാണെങ്കിലേ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയല്ലാതെ ഒളിച്ചോട്ടങ്ങളും പ്രണയവിവാഹങ്ങളുമൊക്കെ പ്രണയത്തിൽ കൊലപാതകത്തിലും അല്ലെങ്കിൽ ആത്മഹത്യയിലും കലാശിക്കുന്ന, അതല്ലെങ്കിൽ അവസാനം പരസ്പരം വേർപിരിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.